തുച്ഛമായ ശമ്പളേ വാങ്ങത്തുള്ളൂ. പക്ഷെ വീട്ടിൽ ബർക്കത്താ. അത് കൊതിപെട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ 25,000 30,000 ഒരു മാസം വേണം. പള്ളിയിലെ ഖത്തീബിന് 7, 8, 9, 10 അരിക്ക് 32, 36 കിലോയ്ക്ക് വിലയാ. ഉസ്താദിന് ഇന്നും 10,000 തന്നെ. അതിനക്കരെ കയറില്ല. ഉസ്താദന്മാർക്ക് പിന്നെ അങ്ങോട്ട് കൂട്ടി കൊടുക്കൂല. കാരണം എന്തേ? കൂട്ടി എന്തോ അവന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്ന പോലെ ശമ്പളം. പള്ളിയിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് വലിയ പ്രയാസമാണ്. ബാക്കി എന്തിനു കൊടുക്കാനും അവനറിയാം. അവന്റെ വീട്ടിൽ 25,000 30,000 തന്നെ കയ്യിലില്ല. കറണ്ട് ബില്ല് തന്നെ 10,000 രൂപ. പള്ളിയിലെ ഉസ്താദിനെ അളക്കും ശമ്പളം കൂട്ടി ചോദിച്ചാൽ ചോദിക്കും വേണോ? അയ്യോ അതിൻ്റെ എല്ലാം അല്ലോ ഭയങ്കര ചെലവല്ലേ. ഇതാപ്പ ഉസ്താദന്മാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു തട്ടാ പാവപ്പെട്ടവരെ ഗതി. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ ബർക്കത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നൊരു പള്ളിയിൽ പോയി. ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു മോദി സാഹിബ് ഉണ്ട്, വാങ്ങി വിളിക്കണ ചങ്ങായി. 5,500 രൂപ ശമ്പളം. ഈ ചങ്ങാതി ശമ്പളം കൂട്ടി ചോദിക്കുകയില്ല. ഞാൻ അപ്പൊ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, പാവല്ലേ, അപ്പൊ ഒന്ന് ഉസ്താദെ അയ്യാക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തേ? അപ്പൊ ഞാൻ ഒരിക്കൽ എന്ത് ചെയ്തു, ഞാൻ പഠിച്ചിറങ്ങിയ പ്രായമല്ലേ, കുറച്ചല്ലേ ആയപ്പം വലിയ വിവരമൊന്നും ഇല്ലല്ലോ, പള്ളി ജോലിയെ കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മാമാർത്ത് ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങളുടെ ശമ്പളം കൂട്ടി ചോദിക്കാത്ത? എന്നോട് പറയാ, ഉസ്താദെ 3 പെൺമക്കളുണ്ടായിരുന്നു, 3നെയും കെട്ടിച്ചു. 3 മക്കളെയും ഞാൻ കെട്ടിച്ചു. 15ഉം 10ഉം പവനും 2 ലക്ഷം ഓരോ ലക്ഷം രൂപയും കൊടുത്ത് കെട്ടിച്ചു. അൽഹംദുലില്ലാ 1 രൂപ പോലും കടവില്ല. ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടാൻ പോയിട്ടില്ല. അൽഹംദുലില്ലാ 5 സെന്റും ഒരു മനോഹരമായ വീടുമുണ്ട്. ഇതെല്ലാം ഈ 5,500 എന്നല്ല കിട്ടിയ, എനിക്ക് എന്താ വേണ്ടതെന്ന്. അതാ ബർക്കത്ത്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ വീട്ടിൽ, രാവും പകലും ഓടുക. കേൾക്കണം, 3 പെൺമക്കളെ ഒരു 10 15 കൊല്ലത്തിന് മുമ്പ് ചിന്തിക്ക്. ആ മനുഷ്യൻ 10 15 പവൻ സ്വർണവും കൊടുത്തു, ഓരോ ലക്ഷം രൂപയും കൊടുത്തു, കടവുമില്ല, പലിശയ്ക്ക് എടുത്തിട്ടില്ല, ലോണും എടുത്തിട്ടില്ല, ഒന്നുമില്ല. പടച്ചോനെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല, പിരിവ് എടുക്കാതെ കെട്ടിച്ചിട്ട് 5 സെന്റ് ഒരു വീടുണ്ട്. ഉസ്താദ് ഇനി എനിക്ക് എന്താ വേണ്ടേ? ഇതെല്ലാം ഈ 5,500 നല്ല ഉണ്ടായേ. ഇവിടെ ആകെ 10 വയസ്സേ ഉള്ളൂ വീട്ടിൽ. പെണ്ണുമ്പിള്ള ഇടയ്ക്കിടയ്ക്ക് പറയും, അള്ളാഹുവെ കൊച്ചു വളർന്നു വരുന്നു, രാവും പകലും ഒട്ടവാ, മുള കെട്ടിക്കാറായി 10 വയസ്സുകാരി. അള്ളാഹു പഴയ ആൾക്കാരതാപ്പ. പഴയ ആൾക്കാരൊക്കെ ഇന്ന് 2 കൂടുതലില്ല വീട്ടിൽ, 2 കൂടുതലില്ല. ഉണ്ടെങ്കിൽ 3 പറക്കത്തിനൊന്നുകൂടെ സുന്നത്തല്ലേ, 3 നിർത്തി, പ്രസവം നിർത്തി കഴിഞ്ഞു. എന്നാ പണ്ട് അങ്ങനല്ല, 5ഉം 6ഉം 7ഉം 8ഉം മക്കള്. നമ്മുടെ വീട്ടിൽ 10 ആയിരുന്നില്ലേ ഉസ്താദ്? ഞങ്ങളുടെ ഉമ്മ 10 പ്രസവിച്ച. അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, പണ്ടൊക്കെ ഓരോ വീട്ടിൽ 5ഉം 6ഉം പെൺമക്കള്. ഏത് അത്തായിക്ക ടെൻഷൻ ഉണ്ടായിരുന്നു? എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞിട്ട് ഏത് വാപ്പായോ സുജൂദി കിടന്ന് ഒന്നില്ല, ഒരു പ്രയാസവും ഇല്ല. അവരൊക്കെ മനോഹരമായി ഇന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹ് പറയുകയാ, എന്നോട് നീ നന്ദി കാണിച്ചാൽ ഞാൻ തരാം ഭക്ഷണം. തവക്കൽ എന്നെ ഏൽപ്പിക്കും, വിശ്വാസം എന്നെ ഏൽപ്പിക്കും, ഞാൻ തരാം. 2 അള്ളാഹ് ചോദിക്കാം, മോനേടാ നല്ല മരണം വേണോടാ? നല്ല മരണം വേണോ? പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റൂല, കുടുംബ മഹിമ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റൂല. അള്ളാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണോ? വലാഖിബത്തുൽ ലിത്തഖ്വ, നിസ്കരിച്ചാ ഞാൻ തരാം. പൈസ കൊടുക്കേണ്ട മനുഷ്യ. വെള്ളിയാഴ്ച ഓരോരുത്തരുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോ, എന്താപ്പ ചിരിയോ, ഓനെ കണ്ടോടെ, നല്ല മരണം കേട്ടോ, നല്ല മരണം കേട്ടോ. എൻ്റെ അത്ത മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ. ചില മക്കൾ പറയും, ചില ഉമ്മമാര് പറയും, ഉസ്താദ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ എൻ്റെ അമ്മ മരിച്ചേ. ഇത് പറയണേട്ട വിചാരിക്കും താത്തായിക്ക് സ്വർഗം കിട്ടുമെന്ന്. ഇവിടെ ചങ്ങായി, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല. അങ്ങാരി രക്ഷപ്പെട്ട്, ആ മനുഷ്യൻ രക്ഷപ്പെട്ട്. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ നീ വെള്ളിയാഴ്ച രാവിലെ നല്ലപോലെ ഒന്ന് പോകും. പാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിക്കണം. അപ്പോഴാ നീ മോനാകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാൽ മതി, പൈസ ചെലവില്ല. 5 നേരം നീ നിസ്കരിച്ചാൽ നിനക്ക് ഭക്ഷണവും തരാം, നിനക്ക് നല്ല മരണവും ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും കളഞ്ഞിട്ട് അള്ളാഹുവാണ് വലുതെന്ന് പറഞ്ഞു പോകും. അല്ലാതെ ഈ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കും, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ കടക്കാത്തിരിക്കുക, പടച്ചോൻ എന്താടാ പോണില്ലേ? പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, പോകുന്നില്ലേ? അള്ളാഹുബേ, ഇപ്പം ഞാൻ പോയാ കസ്റ്റമർ പോകും, കച്ചവടം പോയി. ഞാനിപ്പോ പള്ളിക്കകത്ത് പോയാ കച്ചവടം പോയി. അള്ളാഹു അതുകൊണ്ട് വേണ്ട, നിസ്കരിക്കാൻ പോത്തില്ല, എനിക്ക് കച്ചവട വലുത് പള്ളിയല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കച്ചവടം തന്ന അള്ളാഹിക്ക് പൂട്ടിക്കാനും അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
പടച്ചവനാ നിനക്ക് കടയും തന്നത്, കച്ചവടം തന്നത്, പണവും തന്നത്. ആ അള്ളാഹിക്ക് ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് പിരിവ് നടത്തിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം തവക്കൽ. അള്ള കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅന, നീ ഭയപ്പെടണ്ട, പടച്ച റബ്ബുണ്ട്. അതെന്നെ എനിക്കും പറയാനുള്ളൂ. ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് 313 സഹാബത്ത് കടിക്കാൻ ഭക്ഷണമില്ലാതെ, എൻ്റെ പ്രിയമുള്ളവരെ നേരെ ഒരു വാളോ പരിചയമോ ഒന്നുമില്ലാതെ 313 പേര് ഈ ഈമാൻ എന്ന് പറയുന്ന പരിചയമായിട്ട് ഇറങ്ങി പോകുമ്പോഴാ അള്ളാഹുവെ മലക്കുകൾ ഇറങ്ങി വന്നത്. അള്ളാഹുവിൻ്റെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നത് 313 സ്വഹാബത്തിന്റെ ഈമാൻ കൊണ്ടാ, അവർ അള്ളാഹുവിൽ വെച്ചിരുന്ന പ്രതീക്ഷ കൊണ്ടാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അബൂബക്കറേ നീ ഭയപ്പെടണ്ട. അള്ളാഹുവെ അവിടെന്ന് പറയുകയാണ്, മൂന്നാമതൊരാളുണ്ട്, പടച്ച റബ്ബാണ് നമ്മുടെ കൂടെയുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് അള്ളാഹുവിന്റെ റസൂൽ അതാ മക്കയെന്ന് വിട്ടുകിടക്കാ സമയമായപ്പോ പ്രവാചകന് പർവ്വതത്തിന്റെ മുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ ഭാഗത്തേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, മക്കയോട് നിന്നെ പിരിയാ മനസ്സില്ല, നിന്നെ വിട്ടിട്ട് പോകണമെന്ന് എനിക്കില്ല. നിന്നെ വിട്ട് പിരിയുന്നത് കാരണം വല്ലാത്ത വേദനയുണ്ട്. നിന്റെ നാട്ടുകാർ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞു പോകുന്നതെന്ന് മുത്തുനബി നിറകണ്ണുകളോട് മക്കയെ നോക്കിയിട്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുകയാ. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പോകേണ്ടി വന്നെന്ന് ചരിത്രം പറയുമ്പോ ഇന്നത്തെ കാലഘട്ടവുമായി നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കി പർവ്വതത്തിന്റെ മുകൾത്തട്ടിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേറെ വഴിയില്ലാത്തത് കൊണ്ട് പോവാട്ടാ, എന്നോട് വെറുപ്പുള്ളത് കൊണ്ടെന്നല്ല, നിന്റെ നാട്ടുകാര് സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ മദീനത്തേക്ക് പോകുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിനിയിപ്പോ എങ്ങോട്ട് പോകാനാ? പള്ളിപ്പറമ്പിലേ പോകാൻ പറ്റുമോ? തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതര പറഞ്ഞു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അതാ മദീനക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ, അങ്ങ് ദൂരെ നിന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് രണ്ടുപേരും നടന്നു വരുന്നത് കാണുമ്പോ അല്ലാഹുവേ, മദീനയ്ക്കന്ന് ഉത്സവമായിരുന്നു. സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് കാണുമ്പോ മദീന നിവാസികളെന്ന് ആഘോഷം കൊണ്ട് സന്തോഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവര് ചെയ്ത നാലാമത്തെ പാഠമുണ്ട്. മുഹാജിരീങ്ങളെ കടന്നു വന്നപ്പോ ഇട്ടിരുന്ന വസ്ത്രവുമായി തന്റെ നാട്ടിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസാരികൾ ചെയ്തതെന്തെന്നറിയോ? അവരെ കെട്ടിപ്പിടിക്കുകയാ. അൻസാരികൾ മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവര് പറഞ്ഞ കാര്യമെന്തേ? ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ടോ, നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. അല്ലാഹുവേ, 2 വീടുള്ളവരൊരു വീട് കൊടുത്തു, 2 വീടുള്ളവരൊരു വീട് കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടങ്ങൾ കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, സമ്പാദ്യമുള്ളവർ സമ്പത്തിന്റെ പകുതി കൊടുത്തു. എന്തിന്? 2 ഭാര്യമാരുള്ളവർ, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ,
ഹിജറ പഠിപ്പിച്ചു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ, ഉള്ളവനില്ലാത്തവന് കൊടുക്കണേ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര പാവങ്ങളെ കാണുന്നുണ്ട്, എത്രയോ രോഗികളെ കാണുന്നുണ്ട്, കിടക്കാ വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുക്കാ ഗതിയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കൂലല്ലോ, അവരെ സഹായിക്കൂലല്ലോ, അവരെ കണ്ട പരിചയം കാണിക്കൂലല്ലോ. അച്ഛവരെ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയി. സഹോദരാ, നീ അൻസാരികളെ പോലെയാകണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് ഇട്ടിരുന്ന വസ്ത്രവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയ സഹാബികളെ മദീന നിവാസികളെ പിടിച്ചിട്ട് പറയാ, നീ പേടിക്കണ്ട, എന്റെ 2 വീട്ടിൽ ഒരു വീട് നിനക്ക്. എന്റെ 2 വീടുണ്ടെങ്കിൽ ഒരു വീട് നിനക്കതാ. എനിക്കവിടെ തോട്ടം കിടക്കുന്നു, നീ എടുത്തോ. ഇതാ എനിക്ക് 2 വാഹനം, ഒരെണ്ണം നീ എടുത്തോ. എന്റെ സമ്പാദ്യത്തിന്റെ പകുതി നീ എടുത്തോ. അൽഹംദുലില്ലാ. 2 ഭാര്യമാരുള്ളവർ, പെണ്ണേ നീ വിഷമിക്കരുത്, തലാക്ക് പറഞ്ഞിട്ട് ആ ചങ്ങാതിക്ക് കെട്ടിച്ചു കൊടുത്തു. ആ സ്വഭാവം. ഞാൻ നിങ്ങളോട് ഭാര്യയെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ പകുതി കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വീട് കൊടുക്കണമെന്ന് പറയുന്നില്ല, നിന്റെ വാഹനം കൊടുക്കണമെന്ന് പറയുന്നില്ല. 99 നീ എടുത്തോ, 1 രൂപയെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്ക്. അതിനുള്ള മനസ്സുണ്ടാക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നീ കരുണ കാണിച്ചാലേ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവങ്ങളെ സഹായിക്കാനുള്ളൊരു മനസ്സ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ഒരു മനസ്സാണ് ഇന്നില്ലാതെ പോയത് നമുക്ക്. എത്രയോ യതീമീങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺമക്കൾ, വിവാഹപ്രായം കഴിഞ്ഞവർ, തിരിഞ്ഞു നോക്കാൻ തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ പാവങ്ങൾ. നമ്മൾ ചോദിക്കും, അള്ളാഹുവേ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത വീടുകളുണ്ടെന്ന് പറഞ്ഞാൽ ചോദിക്കും, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോന്ന്. നിന്റെ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ സഹോദര. എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും എത്രയോ പാവങ്ങളുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്, നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികൾ അന്ന് വല്ലാത്ത, ഏതൊരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിൽ സ്വഹാബികൾ മത്സരമായിരുന്നു. ഇന്ന് സ്വഹാബികൾ വല്ലാത്ത മത്സരം. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്ക്. ഓരോ സ്വഹാബികൾ രാത്രി ആരും കാണാതെ, അന്ന് ഫ്ലെക്സ് ഒന്നും അടിച്ചു വെക്കണ്ട, ഇന്ന് 10 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത ഒരെണ്ണത്തിന് 50,000 രൂപ കൊടുത്ത അവിടെ കാണാം ഫ്ലെക്സിൽ. അന്ന് അങ്ങനല്ല. സഹാബികൾ മനോഹരമായ ഒരു ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രി ഇങ്ങനെ കിഴികെട്ടും, പൈസ ആരും കാണാതെ കിഴികെട്ടിയിട്ട് പള്ളിയിൽ പോകും. ആൾക്കാർ കിടന്നുറങ്ങുമ്പോ തലകണിക്കടി കൊണ്ട് വെച്ചിട്ട് വരുവത്രേ. ആരാന്നറിയരുത്, ആരാ വെച്ചതെന്നറിയാതെ തലകണിക്കടിയിൽ വെച്ചിട്ട് പോകുമായിരുന്നു. ചരിത്രം പറയുന്നു, ആ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ തലകണിയുടെ അടി നോക്കുവെന്ന് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ പള്ളിക്കകത്തൊക്കെ കിടന്നുറങ്ങുന്നവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലകണി അടി നോക്കും, എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. ഇന്നാണെങ്കിൽ പള്ളിക്ക് കിടന്നുറങ്ങിയിട്ട് ഇന്നെവിടെങ്കിലും കിടന്നുറങ്ങിയാൽ തലകണിയുടെ അടി നോക്കും, വെച്ചത് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. അതവസ്ഥ. ഉറങ്ങാൻ സമയത്ത് വെച്ചത് അവിടെ ഉണ്ടോ നോക്കാൻ നമ്മൾ നോക്കണേ. അന്നവരെ ചരിത്രം പറയുന്നു, ഒരു വാപ്പ കൊണ്ടുപോയി പാതിരാത്രി കൊണ്ടുപോയിട്ട് വെച്ചു. അള്ളാഹുവെ പടച്ചവനെ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ മോഹൻ ഒരു പിതിയായിട്ട് വരിക. മകൻ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ മകൻ രാവിലെ വീട്ടിലേക്ക് വരുമ്പോ ഒരു പൊതിയായിട്ട് വരിക. വാപ്പ നോക്കുമ്പോ, അല്ലാ, ഇന്നലെ ഞാൻ കൊണ്ടുവച്ചതാ, മോന്റെ തലകണിക്കടിയിലാ വെച്ചത്. വാപ്പ മോനാന്നറിഞ്ഞില്ല, മോന്റെ തലകണിക്കടിയിലാ വാപ്പ കൊണ്ടുവച്ചേ. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ സദക്ക കൊടുക്കുന്നവന് പ്രതിഫലം കൂടുതലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 പേരും കൂടെ മോൻ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഇടാ ഇത് ഞാൻ കൊണ്ടുവച്ചതാ, ഇങ്ങ് താടാ, നിനക്ക് പറ്റൂല. മകൻ പറഞ്ഞു, ഇല്ല വാപ്പ, നിങ്ങൾ ഞാനാന്നറിഞ്ഞില്ലല്ലോ കൊണ്ടുവച്ച. നബിയുടെ മുന്നിൽ പോയെന്നാ പരാതി. നബിയുടെ മുന്നിൽ പോയ
പോയെന്നാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു അത്ര പ്രതിഫലം നിങ്ങൾക്കുണ്ട്, പ്രതിഫലമുണ്ടെന്ന് മുത്തുനബി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെയാകണം നമ്മുടെ വീട്, നമ്മുടെ നാട്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹ് ഒരു വീടേ പറഞ്ഞുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹു ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അൻസാരിങ്ങളെ പോലെയാകാം. അൻസാരിങ്ങളെ പോലെ ആയാൽ ഖുർആൻ പറയുന്നു, അൻസാരിങ്ങളെ പോലെ നമ്മളായാൽ അള്ളാഹു നമുക്ക് 3 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു 3 പ്രതിഫലം നമുക്ക് തരും. അതേതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ബക്കറ്റെടുത്ത് അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടോ നോക്കാം. പോക്കറ്റ് ഉള്ളതിലൊരു പങ്ക് ഇവർക്ക് കൊടുക്കുമെന്ന് നോക്കാം. ഒന്ന് കയ്യിട്ടെ. പ്രതിഫലം ഞാൻ പറയാം, 3 പ്രതിഫലം. എന്താ ഞാൻ ഒന്നും എടുത്തില്ല. എന്റെ ബക്കറ്റ് എടുത്ത പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൈയിട്ടെ, പോക്കറ്റ് ഇട്ടോ. അൻസാരിങ്ങളുടെ സ്വഭാവം ഉള്ളവനില്ലാത്തവന് കൊടുക്ക്. നീ പറയും ഉസ്താദ് ഇല്ലാന്ന്, നിന്റെ കയ്യിൽ ഇത്തിരിയേ ഉള്ളോ, ഇല്ലാത്തപ്പോ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. അതാ നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ഓടി ഓടി കൈയിട്ടോ, ഉള്ള വർക്കത്ത് അല്ലാഹു തരും. നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു അവരുടെ കുടുംബം ഏറ്റെടുക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവരെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ബക്കറ്റിൽ പൈസ ഇടുന്നവർക്ക് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറയാം. അൻസാരിങ്ങളെ പോലെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരിങ്ങളെ പോലെ എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ കൊടുക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഇരിക്കണ ചങ്ങാതിമാരിൽ എത്രയോ പേര് ഭാര്യ കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ പേരുണ്ട്. ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ, ഭാര്യയുടെ സ്വഭാവങ്ങൾ, അല്ലാഹുവേ അത് കാരണം അല്ലാഹുവേ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, വല്ലാത്ത പ്രയാസത്തോടുകൂടി ജീവിക്കുന്നവർ. ഒരു നല്ല ഭാര്യ, ഉസ്താദെ എൻ്റെ ഭാര്യ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യും. എത്രയോ പെണ്ണുങ്ങൾ പറയും ഉസ്താദെ എൻ്റെ ഭർത്താവ് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യും. എത്രയോ ചെറുപ്പക്കാർ പറയും ഉസ്താദെ ഒരു നല്ല പെണ്ണ് കിട്ടണമെന്ന്. മോനെ, നിനക്ക് നല്ല ജീവിതം വേണോ? മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്ക്, അല്ലാഹു നിനക്ക് നല്ല ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. സദഖ കൊടുത്താൽ നല്ല മക്കളെ കിട്ടും എന്നുള്ളതിന് തെളിവ് വേണം. സദക്ക ചെയ്താലേ, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഭാര്യയെ കിട്ടുമെന്നുള്ളതിന് തെളിവ് ഞാൻ പറയും. ജോലി വേണോ? നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ ഫിർഔന്റെ അനുയായികൾ വരുന്നുണ്ട്, രക്ഷപ്പെട്ടോളാം, നാട് വിട്ടോളാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, മൂസാ നബി അലൈഹിസ്സലാം ഒറ്റ നാട് വിട്ടു. നാട് വിട്ടിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഉത്സവ പറഞ്ഞ കൂടെ കണ്ടിട്ടില്ലേ? ഒന്നുമില്ലല്ലോ, എല്ലാം കൂടെ കടന്നിട്ട് വെള്ളം കോരുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാ. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. 2 ചെറുപ്പക്കാരായ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഈ ആണുങ്ങൾക്കിടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അതാ ഈമാനുള്ള പെണ്ണ്. അങ്ങനെ അവള് മറ്റേ പരിപാടിക്ക്, ഓണപരിപാടിക്ക് ചാടാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ നല്ലത്, ഇവിടെ മക്കളല്ലേ ഉള്ളൂ, പർദ്ദയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ചാടാൻ. 2 പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് നാണം ലജ്ജയുണ്ട് ഈ ആണുങ്ങൾക്കിടയിൽ. മൂസാ നബി ചോദിച്ചു, നിങ്ങൾ പോയില്ലെങ്കിൽ വെള്ളം തീരൂല്ലേ? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ?
ആണുങ്ങളൊന്നുമില്ല, ഒരു വാപ്പയേ ഉള്ളൂ, പ്രായം ചെന്ന മനുഷ്യനാ. മുസാ നബി അലൈഹി സ്വലാം പറഞ്ഞെങ്കിൽ ഞാൻ വെള്ളം കോരിത്തരാം. അള്ളാഹുവേ, മുസാ നബി ആ 2 പെൺകുട്ടികൾക്ക് വെള്ളം വാരി കൊടുത്തു, വെള്ളം കോരി കൊടുത്തു. 2 പേരും പോയി. മുസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യണമെന്നറിയില്ല, കയ്യിലൊന്നുമില്ല, നാട് വിട്ടു വന്നതാ. മുസാ നബി ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്ന് ദുആ ചെയ്തു, അള്ളാഹുവേ പ്രശ്നം ഞാൻ ഒറ്റയ്ക്കൊന്നും അറിയില്ല, നീ സഹായിക്കണം. മുസാ നബി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ 2 പെൺകുട്ടികൾ നടന്നു വരിക. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞ കഥയാ. 2 പെൺകുട്ടികൾ ഇങ്ങോട്ട് മുസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ ഉപ്പ വിളിക്കണു വരാൻ. മുസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു 2 പെൺകുട്ടികളും. എന്നിട്ട് പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ എന്താ പറഞ്ഞേ, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നടക്കാൻ, ഞങ്ങളുടെ പുറകിലല്ല, ഞങ്ങൾ പുറകിൽ നിന്ന്. അങ്ങനല്ല, ഇന്ന് പെൺമക്കൾ മുമ്പിൽ നടക്കുക, ആണുങ്ങൾ പുറകിൽ നടക്കാതെ കാലം. ലജ്ജ ഉണ്ടാ പെണ്ണുങ്ങൾക്ക്. അവിടെ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നട, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അവസാനം മുസാ നബി അലൈഹി സ്വലാം ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ പെൺകുട്ടികളുടെ വാപ്പയാര, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ആ പെൺകുട്ടികളുടെ വാപ്പ ശുഐബ് നബി അലൈഹിസ്സലാം മുസാ നബിയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ ശുഐബ് നബി പറഞ്ഞു, എന്റെ മൂത്ത മോളെ അങ്ങ് കെട്ടിച്ചു തരും. അതാ എന്റെ മൂത്ത മകളെ ഞാൻ കെട്ടിച്ചു തരും. ഒരു 11 കൊല്ലം ഇവിടെ ജോലിയും ചെയ്തോണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ 2 പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ അള്ളാഹ് കൊടുത്ത പ്രതിഫലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്റെ ഭാര്യ നന്നാകണോ, നിന്റെ മക്കള്, നിന്റെ ഭർത്താവ് നന്നാകണോ, സാലിഹത്തായ ഇണയെ കിട്ടണോ, സദക്ക കൊടുക്ക്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ട് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം, നിന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അള്ളാഹു നിനക്ക് വരുത്തത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 2ാമത്തെ പ്രതിഫലം, നിന്റെ മക്കൾ സാലിഹീങ്ങളായ മക്കൾ, കണ്ണിന് കുളിർമയുള്ള മക്കൾ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കൾ, വൃദ്ധസദനത്തിൽ കൊണ്ടിടാത്ത മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൊടിയിൽ ഉസ്താദ് പ്രസംഗിച്ച് കേട്ടു, വൃദ്ധസദനത്തിൽ ഇപ്പൊ നിർത്തിയേക്കാം. ഇൻഷാ അല്ലാഹ് ഉജീനം പിന്നെ കൊടുക്കാം. ദുആ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഉജീനം, അങ്ങനല്ലേ? മടിയുണ്ടോ? ഉജീനം കൊടുക്കുന്ന എപ്പോഴാ? ദുആയ്ക്ക് ശേഷമാണോ ദുആയ്ക്ക് മുമ്പാണോ? അങ്ങനല്ലേ നാട്ടില്? അങ്ങനാണോ? ഒന്ന് കൈവക്കിക്ക്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ദുആയ്ക്ക് മുമ്പ് കൊടുക്കണോ ശേഷം കൊടുക്കണോ? എപ്പം കൊടുക്കണം? ശേഷം. അള്ളാഹു ആർക്കൊക്കെ പേര് എഴുതിയിട്ടുണ്ടോ അത് അവർക്ക് തന്നെ കിട്ടും, പേടിക്കണ്ട. നിങ്ങൾ ആരും വിഷയണ്ട, നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി 2 പൊതി വാങ്ങിച്ചു ഉസ്താദേ, 2 പൊതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരുണ്ട്, അതന്നെ എന്ന് പറഞ്ഞ് 2 മേടിക്കാന്നല്ല കേട്ടാ, എല്ലാം ഓരോന്ന് മേടിച്ചാൽ മതി. നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നീ പോയാലും ഇരുന്നാലും, ആദ്യം നിന്നാലും അവസാനം നിന്നാലും പേരുണ്ടോ കിട്ടിയിരിക്കും, വേറെ ആർക്കും കിട്ടൂല. ആ ഈമാന നമുക്ക് വേണ്ടത്. അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വഴി നിന്നാ മതി, പെണ്ണുങ്ങളുടെ വാതിലിൽ നിന്നാ മതി. ഇറങ്ങി പോകുമ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു പൊതിയും കൊടുത്തു വിടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ 2 സാലിഹായ മക്കളെ അള്ളാഹു തരും. മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വരുത്തൂല. 3 ഇന്ന് നിങ്ങളുടെ വീട് കാണാൻ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടായാൽ നമുക്ക് കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, വീട് കാണാൻ മന്ത്രിയൊന്നും വരൂല്ല. ആര് വരും? രാഷ്ട്രീയക്കാര് വരൂല. ആര് വരും? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇത് 3ഉം കൂടെ ഒരുമിച്ച ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നമസ്കാരം കഴിഞ്ഞു പള്ളിയിലേക്ക് പോയ ഭർത്താവിനെ കാണാനില്ലാതെ ഭാര്യ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലേക്ക്, മുത്തുനബിയുടെ ചാരത്തേക്ക് വാപ്പയും മകനും കൂടെ പള്ളിയിൽ പോയതാണ്. ഒരുപാട് സമയം കഴിഞ്ഞു, ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഭാര്യ വീടിന്റെ
വാതിലിൽ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. അവളാണ് ഭാര്യ, അവളാണ് ഭാര്യ. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ 10 മണിക്ക് വരേണ്ട ഭർത്താവ്. പടച്ചവന് 11 മണിയായിട്ട് വന്നില്ലെങ്കിലും പെണ്ണിനൊരു ടെൻഷനുമില്ല. ഒരു ഭാര്യയും വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കാറുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഭർത്താവും മകനും കൂടെ മുത്തുനബിയുടെ മുന്നിൽ പോയതാ. സമയം താമസിച്ചു, കാണുന്നില്ല. ഭാര്യ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുക. ഇന്നത്തെ പെണ്ണുങ്ങൾ നിൽക്കുവോ? ഇത്തിരി കൂടെ താമസിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നേ.